എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ വാദോരാതെ തിരക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ജോമോന് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആട്ടോ. പിന്നെ സാഫ് ബോയ് ഇവരുടെ ഒരു കോംബോ കിട്ടിലാണ്. പിന്നെ നല്ല രസമുണ്ട്, വൈബാണ്. അല്ല, ഇത് തന്നെ പടം ഭയങ്കര, നമ്മളൊക്കെ പ്രിവ്യൂ കണ്ടതാണ്. പ്രിവ്യൂ കണ്ടതിനേക്കാൾ അടിപൊളിയല്ലേ? പ്രിവ്യൂ കണ്ടപ്പോൾ നമുക്കൊരു ടെൻഷനായി. ഡബിങ് കണ്ട് പ്രിവ്യൂവും കണ്ട് എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നിരുന്ന് കണ്ടത്. ഓഡിയൻസിന്റെ അടുത്തിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീല് വേറൊരു ഫീലാണ്. പ്രിവ്യൂവിനകത്ത് ഞങ്ങൾ 5 പേരെ ഉള്ളായിരുന്നു. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഷൂട്ടിലാണ്, പാവങ്കോടിന്റെ ഷൂട്ടിലാണ്. എന്തായാലും കാണൂട്ടോ. കാരണം രാജുവേട്ടൻ്റെയും ബേസിലേൻ്റെയും പരിപാടി ഭയങ്കര ഫ്രഷ് പരിപാടിയാണത്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് എന്തായാലും ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഷൂട്ട് കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്കിത് വർക്കായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണാത്തവർക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഭയങ്കര പരിപാടിയായിരിക്കും. മ്യൂസിക്കിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഈ പടത്തിൽ. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാക്കുള്ളൂ. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കാണേണ്ടി വന്നു. അടുത്തിരുന്ന് വെച്ചാൽ നിൽക്കാൻ വേസ്റ്റ് ആയിട്ടിരിക്കണമായിരുന്നു. ഒരു പാട്ട് തന്നിട്ട് കൈയടിക്കാനാണല്ലോ. എന്നാലും കൊള്ളാം. ഗുരുവായൂരമ്പലം നല്ല സെറ്റ് കൊള്ളാം. അതേപോലെ തന്നെ എനിക്ക് രാജേശ്വരി അമ്മ, നമ്മുടെ ജയലമ്മ, അവരുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു ഇതിൽ അവരാ ഡാൻസ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ പൃഥ്വിരാജിൻ്റെ കോമ്പോ അതെന്താ പറയുക, ഇത്രയും വൈബായിട്ട് വരുമെന്ന് ഓർത്തില്ല. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടർ കോമ്പോസ്. അളിയൻ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 തരികട അളിയന്മാർ കൊള്ളാം. കാണാം, ഫാമിലിക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എന്താ പറയുക, ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. രസമുണ്ട് കാണാൻ. സദ്യ രാത്രിൻ്റെ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ.